റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ വാഹനം ഓടിക്കുന്നവരും അതേപോലെ തന്നെ അധികൃതരുമൊക്കെ വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ദേശീയപാതയിൽ ചേർത്തലയിൽ നിന്ന് നമുക്കിപ്പം രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, വലിയ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ റോഡുകൾ നന്നാകുമ്പോഴും അതേപോലെ റോഡുകൾ നന്നാകാത്തപ്പോഴും അപകടങ്ങൾ പതിവാകാറുണ്ട്. അതെ, കാരണം ഈ ദേശീയപാതയിൽ, കാരണം ഞാൻ ഈ ആലപ്പുഴയിലേക്ക് സ്ഥലം മാറി വന്നപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മാധ്യമ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചത്, ആലപ്പുഴ ഒരു വലിയ തിരക്കില്ലാത്ത സ്ഥലമാണെങ്കിൽ ഈ വാഹനാപകടങ്ങൾ പാതിരാത്രിയിലൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ്. കാരണം ഇവിടെ ദേശീയപാത ഒരു 60 കിലോമീറ്ററോളം ദേശീയപാതയാണ്. ആ ദേശീയപാതയിൽ ഒരു ദിവസം ഒരു അപകടമെങ്കിലും ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ആളുകൾക്ക് ജീവൻ സംഭവിക്കും. ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല സെൻറ് മൈക്കിൾസ് കോളേജിന് മുമ്പിലാണ്. ഇവിടെയാണ് ശനിയാഴ്ച വൈകുന്നേരം 7 മണിയോടുകൂടി 2 പേർ അപകടത്തിൽ മരിച്ചത്. ആ വാഹനം, അതായത് ആ ബൈക്ക് യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് ഉൾപ്പെടെ ഇപ്പോഴും ഇവിടെയുണ്ട്. ഈ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഒരു യുവാവും യുവതിയുമാണ് മരിച്ചത്. ചേർത്തലയിൽ നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് വരികയായിരുന്ന അവർ ഇവിടെ വെച്ച് ഒരു ട്രെയിലറിനെ, ദേശീയപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ട്രെയിലറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെടുകയായിരുന്നു. എതിർദിശയിൽ വന്ന കാറിൽ തട്ടി നിയന്ത്രണം വിട്ട് ആ ട്രെയിലറിന് അടിയിലേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ദേശീയപാതയിൽ നമുക്കിപ്പോഴും ആ ചോരപ്പാടുകൾ കാണാം. ഇതേപോലെ ദേശീയപാതയിൽ മാത്രമല്ല പലയിടത്തും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ജില്ലയിൽ 50 ബ്ലാക്ക് സ്പോട്ടുകളുടെ അടുത്താണുള്ളത്. പക്ഷേ ഈ ബ്ലാക്ക് സ്പോട്ടുകളിലല്ല അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. നമ്മളോടൊപ്പം ഒരു ഓട്ടോ തൊഴിലാളി ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടൻ സ്ഥിരം വാഹനം ഓടിക്കുന്നതാണ്. ഈ അപകടത്തിൻ്റെ ഒരു കാരണമായിട്ട് ചേട്ടൻ തോന്നുന്നത് എന്താ? അപകടത്തിൻ്റെ കാരണം അശ്രദ്ധ തന്നെ. ഏത് വണ്ടിക്കാരും ഡ്രൈവ് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യുന്ന ഒരു അപകടം പറ്റില്ല. റോഡിൻ്റെ അവസ്ഥ ഇതിലൊരു കാരണമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ എത്ര വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്? ഞാനിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് വണ്ടി ഓടിക്കും. ഇപ്പോൾ ഈ പൊതുവെ ആളുകളുടെ ഒരു ഇതിൻ്റെ പ്രശ്നമാണ്, ആളുകളുടെ ശ്രദ്ധയുടെ പ്രശ്നം തന്നെയാണ് ഇത് മെയിനായിട്ട് വരുന്നത്. ഏത് ഇപ്പോൾ പോക്കറ്റ് റോഡൊക്കെ ആകുമ്പോൾ അതനുസരിച്ചുള്ള ഡ്രൈവിംഗ് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അപകടം കുറവ്. ഹൈവേ എന്നൊക്കെ പറയുമ്പോൾ വീതി കൂടുതലുള്ളതുകൊണ്ട് ശ്രദ്ധിക്കാതെ ഓവർടേക്ക് ചെയ്യുന്നതൊക്കെയാണ് ഈ അപകടങ്ങൾക്ക് കാരണം. അല്ലാതെ റോഡിൻ്റെ അനാവസ്ഥയാണെന്ന് എനിക്ക് കാണാൻ കഴിയുന്നില്ല. ചേട്ടൻ്റെ അഭിപ്രായം വളരെ കാര്യമുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ അപകടം ഉണ്ടാകുമ്പോൾ എതിരെ വരുന്ന വലിയ വാഹനക്കാരൻ്റെ തലയിൽ ഒരു അപകടത്തിന് മുഴുവൻ പാപഭാരവും കിട്ടിവെക്കുന്നൊരു സമീപനമാണുള്ളത്. മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും അതൊക്കെ തന്നെയാണ് പറയാറുള്ളത്. കാരണം ഈ ചെറിയ വാഹനങ്ങൾ പലപ്പോഴും അശ്രദ്ധമായി ഓടിച്ച്, ബൈക്ക് ഉൾപ്പെടെ സൈക്കിൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അശ്രദ്ധമായി ഓടിച്ച് അപകടം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട് താനും. ചേട്ടാ, വണ്ടി ഓടിക്കുന്ന ആളാണോ? അതെ, ഞാൻ 32 വർഷമായി ടൂ വീലർ ആലപ്പുഴ, എറണാകുളം, കോട്ടയം 3 ജില്ലകളിൽ വണ്ടി ഓടിക്കുന്ന ആളാണ്. ഈ കാണുന്ന അപകടങ്ങൾ മുഴുവൻ ചെറുപ്പക്കാരുണ്ടാക്കുന്നത് ഓവർടേക്കിംഗ് ആണ്. എവിടെയെങ്കിലും നിന്ന് സാവധാനം നിന്ന് വണ്ടി പോയതിന് ശേഷം ഓടിച്ചാൽ ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്ന് വരെ എനിക്കൊരു ആക്സിഡൻറ്റും ഉണ്ടായിട്ടില്ല. പക്ഷേ വണ്ടി കൊണ്ടുവന്ന് റോങ് സൈഡിൽ കൊണ്ട് എന്നെ തട്ടി മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ വീണിട്ടുണ്ട്, വട്ടം കൊണ്ടുവന്നിട്ട്. അല്ലാതെ ഇന്നൊരു കുഴപ്പമുണ്ടാകില്ല. പക്ഷേ ഒരു ചെറുപ്പക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ അപകടം അവോയ്ഡ് ചെയ്യുന്നതിന്, ഒഴിവാക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ഓവർടേക്കിംഗ് പാടെ നിർത്തൽ ചെയ്യുക. ലെഫ്റ്റ് ഓവർടേക്കിംഗ് ചെയ്യാതിരിക്കുക, ഓവർടേക്കിംഗ് പാടില്ല. ഞാൻ എത്ര വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട്? 32 വർഷമായി ഞാൻ ടൂ വീലർ ഓടിക്കുന്ന ഞാൻ LIC വർക്ക് ചെയ്യുന്ന ആളാണ്. റെപ്രസെൻറ്റേറ്റീവും ഞങ്ങളുമാണ് ഏറ്റവും കൂടുതൽ വണ്ടി കേരളത്തിൽ ഓടിക്കുന്നത്. ഞാൻ തിരക്കുള്ള ജോസ് ജംഗ്ഷനിൽ കൂടെ കോട്ടയം നാമ്പട ഉള്ള സ്ഥലത്തൂടെയൊക്കെ വർഷങ്ങളായി വണ്ടി ഓടിക്കുന്ന ആളാണ്. 2-3 ലക്ഷം കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടാവും. ഉറപ്പ്. അത്രയും ഓടിച്ചിട്ടുള്ള ആളാണ്. ചേട്ടാ, അപ്പോൾ പൊതുവെ റോഡിൽ പോകുമ്പോൾ ചേട്ടൻ എന്താ പൊതുവെ തോന്നാറില്ല? ഈ അപകടത്തിൻ്റെ ഒരു കാരണമായിട്ട് ചേട്ടൻ കൂടുതൽ തോന്നുന്നത് ഓവർടേക്കിംഗ് മാത്രമാണോ? റോഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ? റോഡിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും, കുഴികളുണ്ടാവും. ഞാൻ ഉടനെ ഇറങ്ങി ആരെങ്കിലും പറഞ്ഞിട്ട് അവിടെ സിമെൻറ്റ് എന്തെങ്കിലും അടയ്ക്കാൻ പറയും. കാരണം അങ്ങനെ ഉണ്ടാവും. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ, ഞാൻ ചേർത്തലക്കാരനാണ്, ഇവിടെ ഈ കൂറ്റുവേലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വലിയ അപകടം സൈഡിലുണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം അവിടെ ചെന്ന് ബ്രേക്ക് നിർത്തിയിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് അടച്ചു. ചേർത്തല ഒരു അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചേർത്തല അപകട മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതാണ്. ഒന്നാമത്തെ കാര്യം, ഈ MVD വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഈ കുനിഞ്ഞു കിടന്ന് ചെറുപ്പക്കാരുടെ ഹരമായിരിക്കുന്ന ഒരു ബൈക്കുണ്ട്, അത് നിർത്തൽ ചെയ്യുക. അതിൽ കിടന്നുകൊണ്ട് ഓടിക്കുമ്പോൾ ഇവരുടെ ധാരണ ഞാൻ എൻ്റെ ഹീറോ ആയിട്ട് ആണ് അവൻ്റെ മനസ്സിലേക്ക് തോന്നുന്നത്. അപ്പോൾ അവനെങ്ങനെ സ്പീഡിൽ ഓടിക്കുക, എല്ലാ ബൈക്കിനെ ഇങ്ങനെ മറികടന്ന് പോകുമ്പോഴാണ് വേറെ വണ്ടി വന്ന് തട്ടി വീഴുന്നത്. എന്തായാലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് ആളുകളുടെ ഭാഗത്ത് നിന്ന്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.